നിങ്ങൾ ആരെങ്കിലും ഈ സമ്പൂർണ്ണ ബൈബിൾ മുഴുവനായി വായിച്ചവരുണ്ടോ? കുറച്ച് പേരൊക്കെ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മളിൽ പലരും ഇന്നുവരെ ഇത് മുഴുവനായിട്ട് വായിക്കാൻ സാധിക്കാത്തവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് വായിക്കണമെന്ന്. പക്ഷേ അതൊരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല. നമ്മളെല്ലാവരും ദിവസത്തിൽ ഒരധ്യായം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, അതുമല്ലെങ്കിൽ ഒരു വചനമെങ്കിലും വായിക്കുന്നവരോ കേൾക്കുന്നവരോ ആണ്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ബ്രേക്ക് ഇല്ലാതെ വായിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കുറച്ച് നാളുകളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ആയുസ്സിൽ തുടക്കം മുതൽ ഒന്ന് വായിക്കണമെന്ന്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു തീരുമാനമാണ് 2025 തുടങ്ങുമ്പോൾ മുതൽ തുടക്കം മുതൽ അവസാനം വരെ വായിക്കണമെന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ബാക്കപ്പൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയൊക്കെ നടത്തിയപ്പം മനസ്സിലായ കുറേ കാര്യങ്ങൾ, നമുക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പുതിയ നിയമവും പഴയ നിയമവും കൂടെ കൂടി മൊത്തം 73 ഗ്രന്ഥങ്ങൾ കൂടിയതാണ്. പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാക്കിയ വരെ 46 ഗ്രന്ഥങ്ങളും, പുതിയ നിയമം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് വരെ 26 ഗ്രന്ഥങ്ങളുമുണ്ട്. അങ്ങനെ മൊത്തം 73 ഗ്രന്ഥങ്ങൾ കൂടുന്നതാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ബൈബിള് പ്രസിദ്ധീകരിച്ചത് 1841-42 കാലഘട്ടത്തിലാണ്. മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ പ്രസിദ്ധീകരിച്ചത് 1841-42 കാലഘട്ടത്തിലാണ്. ഇതൊക്കെ ഈ ബൈബിളിൻ്റെ ആമുഖത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആരും പക്ഷേ അതൊന്നും വായിക്കാറില്ല. ഞാനും വായിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വിശദമായിട്ട് നടത്തിയത്. കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരം സിദ്ധിച്ചിട്ടുള്ള മാണി കത്തനാർ വിവർത്തനം ചെയ്ത 1935 മാണി കത്തനാർ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച പുതിയ നിയമമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ചത്. അതുപോലെ 1963 റവറൻഡ് തോമസ് മുത്തേടൻ ലത്തീനും സുറിയാനിയും ആധാരമാക്കി ബൈബിളിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം പ്രസിദ്ധീകരിച്ചു. 1977 POC പുതിയ നിയമത്തിൻ്റെ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. ആധികാരിക മൂലരേഖയായി ഉപയോഗിച്ചത് ദ നെസിൽ ഗ്രീക്ക് ടെക്സ്റ്റാണ്. കൂടാതെ ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ആധുനിക വിവർത്തനങ്ങളും ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് 1977 POC പുതിയ നിയമത്തിൻ്റെ പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. 1981 നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സമ്പൂർണ്ണ ബൈബിൾ ആദ്യമായി മലയാളത്തിൽ പുറത്തിറങ്ങിയത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബൈബിൾ തുറന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം ആയ ആമുഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കും. പക്ഷെ നമ്മളാരും അതിനിതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഇനി മുമ്പോട്ട് ഈ ബൈബിൾ ആദ്യം മുതൽ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആയുസ്സിൻ്റെ മുക്കാൽ ഭാഗവും, എൻ്റെ ആയുസ്സിൻ്റെ മുക്കാൽ ഭാഗവും തീർന്നിരിക്കുന്ന ഈ അവസരത്തിലെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് വായിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വായിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു കുറച്ച് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെപ്പോലെ മനസ്സിൽ ആഗ്രഹമുള്ള പലരും ഇത് നടക്കാതെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുറഞ്ഞത് ഒരധ്യായമെങ്കിലും വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വായിക്കുന്ന അധ്യായങ്ങൾ ഒരു വീഡിയോ ആക്കി ഈ ചാനലിലൂടെ നിങ്ങൾ ഓരോരുത്തരിലോട്ടും എത്തിക്കുന്നതാണ്. ഒരു 100 പേർക്ക് എനിക്കിത് എത്തിക്കാൻ സാധിച്ചാൽ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതൊരു 100 പേരിലോട്ട് എത്തിക്കുവാൻ സാധിച്ചാൽ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു സുവിശേഷ വേലയായിരിക്കും. സുവിശേഷ വേല വഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾക്ക് ദൈവത്തിൻ്റെ ഈ സുവിശേഷം, ഈ തിരുവചനം മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും അതിനുള്ള അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയാൽ മറ്റുള്ളവരിലോട്ട് അത് ഷെയർ ചെയ്ത്, പറ്റുന്ന ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും കേൾക്കുവാനും ഈ ബൈബിൾ വായനയിൽ പങ്കെടുക്കുവാനും സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു.